ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. അപ്പോൾ ഒരാളൊരു സാധനം നല്ലതെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ നല്ലതെന്ന് പറഞ്ഞ് പോകുന്നതാണല്ലോ നമ്മുടെയൊക്കെ ശീലം. അപ്പോൾ സ്ക്വിഡ് ഗെയിം നല്ലതെന്ന് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു, പക്ഷെ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം പറയാനാണ് വന്നിരിക്കുന്നത്. സോ സ്ക്വിഡ് ഗെയിമിനെ പറ്റി പറയാനാണെങ്കിൽ സ്ക്വിഡ് ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു. സ്ക്വിഡ് ഗെയിം ഫസ്റ്റ് ഞാനൊരു 3 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സീരീസുകൾ ഞാൻ 3 തവണയിലും മിനിമം കാണും. അപ്പോൾ സ്ക്വിഡ് ഗെയിം 2 എനിക്ക് വലിയ കാര്യമായിട്ട് പിടിച്ചില്ല. പക്ഷെ സ്ക്വിഡ് ഗെയിം 3നെ പറ്റി പറയാനാണെങ്കിൽ എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. സ്ക്വിഡ് ഗെയിം 3യുടെ പല പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, അപ്പം എൻ്റെയർലി നമ്മളൊരു ഹേറ്റർ ആണെങ്കിൽ പറയണതിന് കാര്യമുണ്ട്, പക്ഷേ ഒരു ഡിസപ്പോയിൻറ്റഡ് ഫാനിൻ്റെ രോദനമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്ക്വിഡ് ഗെയിം ഇറങ്ങിയ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എന്തോ എവിടെയോ ഒരു വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കണ്ട് വന്നപ്പോഴാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സീസണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴായാലും, കമ്പയർ ഇപ്പോൾ ചെയ്തില്ലെങ്കിലും സ്ക്വിഡ് ഗെയിം സീസൺ 3 ഇമോഷണൽ എലമെന്റ്സ് ഭയങ്കര കൂടുതലാണ്. അതായത് ഇമോഷൻസ് എപ്പോഴും ഒരു ഒരു പരിധി വിട്ട് നോക്കുമ്പോൾ നല്ലതാണ്, പക്ഷെ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇമോഷൻസ് അങ്ങ് ഓവറായി, ചളമായി, കുളമാക്കി. എന്തിനൊക്കെയോ വേണ്ടി കുറേ ഇമോഷൻസ്, ഒരു ആവശ്യമില്ലാണ്ട് കുറേ ഇമോഷൻസ്. ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് പ്രസവിക്കണു, ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെയ്യണു, ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ചതിക്കണു, ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ നോക്കി ഇങ്ങനെ ഇരിക്കണു. അങ്ങനെ ആകെ മൊത്തം ഒരു ഇമോഷണൽ, ഒരു മെലങ്കളിക്, ഒരു ഡ്രമാറ്റിക്, ഒരു ആകെ മൊത്തം ഒരു ഡ്രാമ. അപ്പം മറ്റ് കൊറിയൻ സീരീസുകളിൽ നിന്ന് സ്ക്വിഡ് ഗെയിമിനെ വ്യത്യസ്തമാക്കിയ ഒരു മെയിൻ എലമെന്റ് ആണ് ഈ ഇമോഷൻ ഒരു പരിധി വിട്ട് പോർട്രേ ചെയ്യാണ് നൈസായിട്ട് സാധനങ്ങൾ ഡീൽ ചെയ്തു പോയത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇമോഷൻസ് അങ്ങ് കൊണ്ടുവന്ന് നശിപ്പിച്ച് അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതാണ് ഒന്നാമത്തെ എനിക്ക് ഫീൽ ചെയ്ത ഭയങ്കര ഒരു ആവശ്യമില്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. രണ്ടാമത്തെ എനിക്ക് ഫീൽ ചെയ്തതും ഞാൻ കണ്ടതും എനിക്ക് വളരെ ഓക്വേർഡായിട്ട് തോന്നിയതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഒരു കൊച്ചുണ്ട്, ഒരു ബേബി ഉണ്ട്. ഈ ബേബി ഉണ്ട്, ഒരു പട്ടിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു പട്ടിയുണ്ട്. ഈ കുട്ടിയും പട്ടിയും AI ആണ്. അതിപ്പോൾ ശരിയാണ്, എങ്ങനെ ഒറിജിനൽ കുട്ടീനെ കൊണ്ടുവരും, ഒറിജിനൽ പട്ടി വന്ന് അഭിനയിക്കോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത് ലോകം മൊത്തം ഫാൻസ് ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസാണ്. അപ്പോൾ ഈ സീരീസ് എത്ര കോടി ആൾക്കാരാണ് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് അവർക്കും അറിയാം. പക്ഷെ അവർ ഈ കുട്ടിയും പട്ടീനെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര അൺപ്രൊഫഷണലായിട്ട്, ഒരു മെനയില്ലാണ്ട്, നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റഗ്രാമിൽ ഇതിൽ നല്ല AI വാർത്തകൾ, ഒറിജിനാലിറ്റി ഉള്ള AI വാർത്തകൾ വരും. പക്ഷെ ഇത് ഒരു ഒറിജിനാലിറ്റി ഇല്ലാണ്ട് ഒരു കുട്ടീനെയും പട്ടീനെയും കൊണ്ടുവച്ചിട്ട് അവസാനം ആ കുട്ടിക്ക് വേണ്ടി, AI കുട്ടിക്ക് വേണ്ടി അവൻ പോയി ആത്മഹത്യ ചെയ്യാണ്. ഒരു 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 ചെറിയൊരു ഒരു എന്നെ പറയാം, കുറച്ചെങ്കിലും ഒരു ഒറിജിനാലിറ്റി വേണ്ടേ? ഏയുടെ സാധനമാണെങ്കിലും ഭയങ്കര മഹാബോറായിരുന്നു. എനിക്കറിയില്ല അവരെന്തിനാ ഇങ്ങനെ ചെയ്ത്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം എന്തിനെങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത്, VIP നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. എൻ്റെ പൊന്നേ, ആ VIP സംസാരിക്കണ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ മാർവൽ സീരീസ്, ഇറ്റ്സ് എ DC. എന്തുവാ അത്, ഭയങ്കര ഡ്രാമ. ഒരാവശ്യമില്ലാണ്ട്, ഒരു കാര്യമില്ലാണ്ട് കുറേ ഡ്രാമ. എന്തിനാ ആ VIP സംസാരിക്കണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത്രയും നാടകീയമായിട്ട് സംസാരിക്കണ VIP ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. ആദ്യത്തെ സീസണിലെ VIP നല്ല അടിപൊളിയായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ സീസൺ വന്നപ്പോൾ ഒരു പെണ്ണുണ്ടായില്, പിന്നെ ഒരു വെള്ളക്കാരനുണ്ട്. ഇവരെന്തോ റോബോട്ടുകൾക്ക് കീ കൊടുത്ത പോലെ ഇമോഷൻസ് ഒക്കെ വരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ത് എന്ത് ഭയങ്കര ഒരു എന്താ, ഡിസപ്പോയിന്റഡ് ആക്കി കളഞ്ഞു. എൻഡിങ് ഓക്കെ ശരി, ഇപ്പൊ ട്രാജിക് എൻഡിങ് ഉള്ള സീരീസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ സ്ക്വിഡ് ഗെയിം മാത്രമല്ല, ട്രാജിക് എൻഡിങ് ഉള്ള സിനിമകളുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഡയറക്ടർ പറഞ്ഞത് ഇത് ട്രാജിക് എൻഡിങ് ആയിരിക്കുന്ന. പക്ഷെ എനിക്ക് ട്രാജിക് എൻഡിങ് എന്നുള്ള സാധനമല്ല സീരീസിനെ മോശമാക്കണേ. അതിൽ കൂടുതൽ ഒത്തിരി എലമെന്റ്സ് ആ സീരീസിനെ മോശമാക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് മാൻ്റെ റോളൊക്കെ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൂടുതൽ പോലും അയാൾ ആ സീരീസിലില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് സിവിയർ ആയിട്ടുള്ള എന്തോ മോണിറ്ററി ഇഷ്യൂ വന്നു എന്ന് തോന്നുന്നു. കാരണം അൺപ്രൊഫഷണൽ ആയിട്ടുള്ള AI, ഒരു രീതിയിൽ ആക്ടിങ് ഇല്ലാത്ത കുറേ VIP, പിന്നെ എന്നാ എന്തൊക്കെയോ ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് മലയാളികളൊക്കെ സൂപ്പർ സൂപ്പർ എന്ന് പറയണ ഞാൻ കണ്ടു. പക്ഷെ ഓവറോൾ എല്ലാ ഓഡിയൻസിനും സാധനം ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷെ നമ്മളെന്താണ് ഈ സൂപ്പർ സൂപ്പർ എന്ന് പറയണത് എനിക്ക് മനസ്സിലാവണം. ചിലപ്പോൾ നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മളെ താത്തി കെട്ടെന്ന് വിചാരിച്ച് പേടിച്ചായിരിക്കും നമ്മൾ പറയാത്തത്. പക്ഷെ ഭയങ്കര ഫ്ലോപ്പാണ് ഇത്.
ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.